ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദുബായിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷനാണ്. ഈ കാണുന്നതാണ് നമ്മളെ ഷെയ്ഖ് സായദ് റോഡ്. ഇതാണ് നമ്മളെ മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഇവിടാണ് ഇംതിയാസ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. ഇതൊരു മൈക്രോ കമ്മ്യൂണിറ്റി, അതായത് അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് വരാൻ പോകുന്നത്. സോ ഇത് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ദുബായിൽ ഒരു ഫ്യൂച്ചർ ഫിനാൻഷ്യൽ കോറിഡോറാണ്. അതായത് ദുബായ് GDPൻ്റെ 45% ഈ ഒരു ഏരിയ നിന്നാണ് ടോട്ടലായിട്ട് കിട്ടാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ മുന്നിൽ തന്നെ നമ്മളെ ജാഫ്സ, അതായത് ജബൽ അലി ഫ്രീ സോൺ, 11,000-ഓളം ഇൻ്റർനാഷണൽ കമ്പനീസാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ജബൽ അലി ഇൻഡസ്ട്രിയൽ ഏരിയ. അവിടെ ദുബായിൽ തന്നെയുള്ള ഓൾമോസ്റ്റ് എല്ലാ മാനുഫാക്ചറിംഗ് യൂണിറ്റും പ്രവർത്തിക്കുന്നത് ദുബായ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഏകദേശം 2-2.5 ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ ടോട്ടലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. സോ നിങ്ങളൊരു പ്രോപ്പർട്ടി ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ടെനന്റിനെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റെസിഡൻഷ്യൽ മാത്രമല്ല വരുന്നത്, കൊമേഴ്ഷ്യലും റീറ്റെയിൽസ് വരുന്ന ഒരു മൈക്രോ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇംതിയാസ് ഇവിടെ വരുന്നത്. ഇനി ഇതിൽ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും, അതുപോലെ തന്നെ ഈ ഡെവലപ്പർ പ്രീവിയസ് പ്രോജക്റ്റിൽ എത്രത്തോളം അപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, എത്രത്തോളം റെന്റിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ പാർട്ടി ഞാൻ ഓഫീസിലെത്തിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ കുറച്ച് ഡെവലപ്പേഴ്സിൻ്റെയും പ്രൊജക്റ്റൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സോ ഈ ഒരു ഡെവലപ്പറെ പ്രീവിയസ് ട്രാക്ക് ഹിസ്റ്ററി നോക്കിയാൽ മതി. വെസ്റ്റ്വുഡ്, ഇത് ഫുർജാനിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇംതിയാസ് ഫസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ട്രാൻസാക്ഷനാണ് നിങ്ങൾ കാണുന്നത്. സോ ഇതിപ്പോൾ 1.4 മില്യൺ ലാസ്റ്റ് ആയിട്ട് 1 ബെഡ്റൂം സോൾഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് 800,000 സ്റ്റുഡിയോസ് അല്ലേ. നമുക്ക് ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഒന്ന് നോക്കാം. ഇപ്പോൾ അത് റീസെൽ ചെയ്യുന്നത് 8 ലക്ഷം ദിർഹംസിനാണ്. ഇതാൾ എത്രയൊക്കെ വാങ്ങി നോക്കി നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. 4,63,000 ദിർഹംസിനാണ് ഇയാൾ വാങ്ങിയിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് 100% ക്യാപിറ്റൽ അപ്രീസിയേഷനാണ് ഇത് കിട്ടിയത്. ഇത് ഫസ്റ്റ് 2024 ഇത് റെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ 2024 അന്ന് 63,000 ദിർഹംസിനാണ് ഇത് റെൻറ്റ് ഔട്ട് ചെയ്ത്. സോ നിങ്ങൾ നോക്കുക, 4 ലക്ഷത്തിന് വാങ്ങിയൊരു സാധനം 63,000 ദിർഹംസിനാണ് റെൻറ്റ് ചെയ്യുന്നത്. സോ 15% ROI ഇംതിയാസിൻ്റെ ഈ ഒരു പ്രൊജക്റ്റിന് കിട്ടി. ഈ ഒരു പ്രൊജക്റ്റ് മാത്രമല്ല, സോ രണ്ടാമത് ഇംതിയാസ് ഹാൻഡ് ഓവർ ചെയ്ത പ്രൊജക്റ്റാണ് വെസ്റ്റ്വുഡ് ഗ്രാൻഡ്. അത് നമ്മളെ JVസിലാണ് വരുന്നത്. സോ അതിൻ്റെ ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇംതിയാസ് രണ്ടാമതായിട്ട് ഡെലിവറി ചെയ്ത പ്രൊജക്റ്റാണ് വെസ്റ്റ്വുഡ് ഗ്രാൻഡ്. അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ അത് JVസിലാണ് ലൊക്കേഷൻ വരുന്നത്. ജസ്റ്റ് നോക്കുക, ഇപ്പോൾ 1.2 ഇത് റീസെൽ ചെയ്യുന്നത്. ഈ നമ്മളൊരു ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എടുക്കുക, നമ്മളൊരു സ്റ്റുഡിയോ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഏകദേശം 2023 ഡെവലപ്പർ സെല്ല് 5,70,000 ദിർഹംസിനാണ്. അത് ആദ്യമായിട്ട് ഇത് ഹാൻഡ് ഓവർ 2025 അന്ന് 59,000 ദിർഹംസിനാണ് ഇത് റെൻറ്റ് ഔട്ട് ചെയ്യുന്നത്. ഏകദേശം 11% ഓൺ ഹാൻഡ് ഓവറിൽ തന്നെ ROI തന്നൊരു പ്രൊജക്റ്റാണ് വെസ്റ്റ്വുഡ് ഗ്രാൻഡ് JVC. സോ ഇപ്പോൾ അത് റീസെൽ ചെയ്ത് 7,60,000 ദിർഹംസിന്. സോ ഇപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾ നോക്കുക, 5 ലക്ഷത്തിന് വാങ്ങി 7,60,000 ദിർഹംസിന് റീസെൽ ചെയ്ത് ഓൾമോസ്റ്റ് 50% ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഈ ഒരു പ്രൊജക്റ്റിനും കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ ഏത് പ്രൊജക്റ്റ് എടുത്താലും ഇംതിയാസ് ആണ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ പീരീഡിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ദുബായിലൊരു കമ്പനിയാണ് ഇംതിയാസ്. സോ ഇംതിയാസിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. സോ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് പോവാം. ഇതാണ് ഇതിൻ്റെ തീം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ലോബിയുടെ ഡബിൾ സീ ലൈറ്റിങ്. ഇപ്പോൾ ഇംതിയാസിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഇംതിയാസിൻ്റെ ബ്രോഷർ കയ്യിൽ വെച്ച് നിങ്ങൾ ഹാൻഡ് ഓവർ ആകുമ്പോൾ ഒരു ബ്രോഷർ നോക്കിയാൽ സെയിം തിങ്സ് നിങ്ങൾക്ക് കയ്യിൽ കാണാൻ പറ്റും. ദുബായിൽ അപൂർവം കുറച്ച് ഡെവലപ്പറിൽ മാത്രമേ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇംതിയാസിൽ പൂർണ്ണമായിട്ട് കാണാം. നിങ്ങളിതാ ഈ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ, അപ്പോൾ സെയിം അതുപോലെ തന്നെ ഹാൻഡ് ഓവർ ആകുമ്പോൾ ഒരു സാധനം നിങ്ങളെ കയ്യിൽ കിട്ടിയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തന്നല്ലോ. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പാം ജബലിൽ എത്താൻ പറ്റും. എക്സ്പോ സിറ്റി 10 മിനിറ്റ് കൊണ്ട്, ദുബായ് മറീൻ ആണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട്, പാഞ്ചുമേർ ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട്, അൽ മക്തൂം എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് വരാൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടാണ് അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടെ 25 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. അബുദാബിക്ക് ഒരു 50 മിനിറ്റ് കൊണ്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ വരുന്നത്. മെട്രോ സ്റ്റേഷൻ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ 4 ബിൽഡിംഗ് ആയിട്ടാണ് വരുന്നത്. ഒരു കൊമേഴ്ഷ്യലും 3 റെസിഡൻഷ്യലും. അപ്പോൾ ഇതിലിപ്പോൾ ആദ്യത്തെ 2 ടവറാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമേജസ് വരുന്നത്. സോ പ്രൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് 6,49,000 ദിർഹംസിലാണ്. 1 ബെഡ്റൂം ആണ് 8,90,000 ദിർഹംസ്. അത് 610 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടി സ്ക്വയർ ഫീറ്റ് കൂടിയതാണ് 720 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1 മില്യൺ ആണ് 1 ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 1,054 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ 1.4 മില്യൺ, അത് 2 ബെഡ്റൂമിന് വരുന്നത്. പിന്നെ 1.9 മില്യൺ 3 ബെഡ്റൂമിനും. പിന്നെ ഓഫീസ് സ്പേസ് വരുന്നുണ്ട്, റീറ്റെയിലും വരുന്നുണ്ട്. ഓഫീസ് സ്പേസ് ആണെങ്കിൽ 1.2 മില്യൺ ആണ് ഓഫീസ് സ്പേസിന് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ഓഫീസ് സ്പേസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും കാണാൻ പറ്റുന്നത്. അതായത് എനിക്ക് തന്നെ അറിയുന്ന പേഴ്സണലി അറിയാവുന്ന കുറേ ആൾക്കാരുടെ അവരെ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ യൂണിറ്റ് എടുക്കുന്നുണ്ട്. അതായത് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫൊക്കെ പോയി വരാനൊക്കെ വളരെ സിമ്പിളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇംതിയാസ് ഈ പ്രോജക്റ്റ് ഡെലിവർ ചെയ്യാൻ പോകുന്നത്. ഈ ഫോട്ടോകൾ എടുത്ത് വെച്ചോ, ഇംതിയാസ് ഡെലിവർ ചെയ്യുമ്പോൾ സെയിം ക്വാളിറ്റി സെയിം ആ സാധനം അതിലുണ്ടാവും. ഇംതിയാസിൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത്. ഇത് താഴെ നോക്കിയാൽ താഴെ ഫുള്ള് റീറ്റെയിൽസാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടവർ കൊമേഴ്ഷ്യൽ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടി പിക്ചേഴ്സ് കാണിച്ചത്. ഇങ്ങനെയാണ് ഇൻറ്റീരിയേഴ്സ് വരിക.
സോ ഒരു റോ സ്റ്റൈൽ, അതായത് റോസ് ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. സോ ഇതാണ് നമ്മളെ ജബലലി ഫ്രീ സോൺ. അതായത് 11,000-ലധികം കമ്പനികൾ ഇവിടെ വർക്ക്, ഓൾമോസ്റ്റ് 2 ലക്ഷത്തോളം ആൾക്കാരാണ് ഇതാ ജബലലി ഫ്രീ സോൺ. അതുപോലെ തന്നെ ജബലലി ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ദുബായിലെ ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. സോ വരാൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ഇതാ ഇവിടാണ് വരുന്നത്. പിന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാൻമെയ്ഡ് ഹാർബറും ലോകത്ത് തന്നെ ബിസിയസ്റ്റ് ആയിട്ടുള്ള 5ാമത്തെ പോർട്ടാണ് ഇതാ നിങ്ങൾ ഈ കാണുന്ന ജബലലി പോർട്ട്. സോ ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് വരാൻ പോകുന്നത് പാം ജബലലി. സോ ഇതും തൊട്ടടുത്താണ് വരുന്നത്. പിന്നെ ഇതിനെല്ലാത്തിനോടും കണക്ട് ചെയ്തിട്ട് ഇത്തിഹാദ് റെയിൽ വരുന്നുണ്ട്. സോ ദുബായിയുടെ ഫിനാൻഷ്യൽ കോറിഡോർ ആണ് ഇതാ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ദുബായ് GDP-യുടെ 45% ആണ് ഇതാ ഈ ഒരു ഏരിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നിലവിൽ തന്നെ. ഇനി ഇതാ ലോകത്തെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള പോർട്ടുകളൊന്നായാലും ജബലലി പോർട്ടും ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടായ അൽ മക്തൂം എയർപോർട്ടും ഇത് കണക്ട് ചെയ്ത് വരുന്ന ഇത്തിഹാദ് റെയിലും. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എത്രത്തോളം ജോബ് ഓപ്പണിങ്സ് ആണ് ഈ ഒരു ഏരിയയിൽ വരാൻ പോകുക. ഇവിടെ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞു ഇവിടെ വളരെ കുറച്ച് റെസിഡൻഷ്യൽ യൂണിറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോയിൽ. സോ നമുക്ക് നല്ലൊരു യൂണിറ്റ് നോക്കി ബുക്ക് ചെയ്യാം.